ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം കഴിഞ്ഞ ക്ലാസ്സിൽ കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മടയന്റെ കഥ, മടയനായിട്ടുള്ള വിഡ്ഢിയായിട്ടുള്ള നായയുടെ കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ കഥയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കൂട്ടക്ഷരമാണ്. എളുപ്പമാണ്, അതൊരു ടീച്ചർ വേഗം പറയാം. ഓക്കെ, ഏതാണെന്നറിയോ? ഇൻഡ. ഓർക്കണ്ടോ? ഇൻഡ. എന്താണ് ഇൻഡ? ഇൻ എന്നിട്ട് ഇവിടെ റ. അപ്പൊ എന്താ? ഇൻഡ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ? പ്രത്യേകം ഒരുപാട് നീട്ടിപ്പരത്തേണ്ട ആവശ്യമില്ല അല്ലേ? ഇൻഡ നമ്മൾ പഠിച്ചതാണ്. ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. എന്നാലും കുറച്ച് ഉദാഹരണം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണം എന്നാലും ഒന്നും കൂടെ പറയാം. ഇൻഡ. എന്താണിത്? ഇൻഡ എന്ന് എഴുതിയാലോ? നോക്കേ. സി മാ ഡ എ. അപ്പൊ എന്താ? സിമന്റ്. രണ്ടാമത്തെ എന്താണ്? കാ റ ന്റ്. എന്താ? കറന്റ്. അടുത്തത് ആ വ ഡ. ഇവിടെ നമ്മള് എയുടെ ചിഹ്നം. അപ്പൊ എന്തായി? ന്റെ അല്ലേ? ഈ ഇൻഡ എന്ന് പറഞ്ഞ ചിഹ്നം നമ്മൾ എഴുതിയിട്ട് ചന്ദ്രക്കല. അപ്പൊ എന്താ? ഇൻഡ് അല്ലേ? ഇൻഡ്. സാധാരണ പോലെ തന്നെ ഏഴ് ചിഹ്നം എഴുതിയിട്ട് ഇൻഡ. അപ്പൊ എന്തായി? ഇൻഡേ. എന്താ? ഇൻഡ്, ഇൻഡേ. കിട്ടിയാ? അപ്പൊ നോക്കിയേ. സിമന്റ്, കറന്റ്, അവന്റെ. മനസ്സിലായോ? അവന്റെ. 4 നീ ന്റെ. എന്താ? നിന്റെ അല്ലേ? സിമന്റ്, കറന്റ്, അവന്റെ. ഒന്ന് പറയില്ലേ? അവന്റെ, നിന്റെ. മനസ്സിലായില്ലേ? അതൊക്കെയാണ്. അടുത്തത് പ പ്ര. ഇതെന്താ? പ്രീ അല്ലേ? പ്ര ഇ. അപ്പൊ പ്രീ. ഇത് നമ്മുടെ കൂട്ടക്ഷരം. ഇതെന്താണ്? ഇൻറ്റ അല്ലേ? ഇൻറ്റ. പ്രിന്റ. ഇർ. എന്താണ്? ഇർ. കൂട്ടി വായിക്കുമ്പോ പ്രീ ഇൻറ്റ ഇർ. പ്രിന്റർ അല്ലേ? പ്രിന്റർ. അടുത്തത് എ ന്റെ. എന്താണ്? എന്റെ. കിട്ടിയാ? ഇൻഡ. അതാണ് ഇന്ന് പഠിച്ച കൂട്ടക്ഷരം. സിമന്റ്, കറന്റ്, അവന്റെ, നിന്റെ, പ്രിന്റർ. പ്രിന്റർ. കണ്ടാ? ഒന്നിലധികം ചിഹ്നങ്ങളൊക്കെ വരുമ്പോ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ടീച്ചർ കൂടുതലായിട്ട് നിർത്തി നിർത്തി പറയുന്നത്. പ. അതായത് ഈ ചിഹ്നം വരുമ്പോ പ്ര. ഇവിടെ എന്താ? ഇ. അപ്പൊ എന്താ? പ്രീ ഇൻറ്റ ഇർ. കൂട്ടി വായിക്കുമ്പോ പ്രിന്റർ. പ്രിന്റർ എന്താന്ന് അറിയാലോ? എന്റെ, 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 നിന്റെ, അവന്റെ, കറന്റ്, സിമന്റ്, പ്രിന്റർ. ഉണ്ടോ? ഇതൊക്കെയാണ് ഇൻറ്റ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ. ന്യൂസ് പേപ്പർ വായിക്കാൻ മറക്കണ്ട കേട്ടോ. നന്ദി. ശുഭദിനം.